ഓക്കെ ഗേസ്, അപ്പൊ നമ്മുടെ ഇന്ത്യൻ ലെഫ്റ്റ് ഓട്ടോ ഗെയിമില്ലേ, ഈ ഗെയിമിലും അങ്ങനെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നേക്കാണ് കേട്ടാ. ആക്ച്വലി ഈ ഗെയിമിന്റെ പേരൊക്കെ മാറിയിട്ടുണ്ട്. ഇതിപ്പോ ഇന്ത്യൻ ലെഫ്റ്റ് ഓട്ടോ അല്ല, ഇത് ഇന്ത്യൻ ലെഫ്റ്റ് ഔറയാ. ഇവരെന്തിനാ പേര് മാറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ഇന്ത്യൻ ലെഫ്റ്റ് ഓട്ടോ ആയിരുന്നു നല്ലത്. എന്തെങ്കിലും ആട്ടെ. എന്നിട്ടായാലും ഈ ഗെയിമിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റിൽ എന്തൊക്കെയാ വന്നേക്കണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഗെയിമിലെ റെയിൻ മോഡൊക്കെ വന്നിട്ടാ. ഈ ഗെയിമിൽ മഴ പെയ്യും. റെയിൻ്റെ ചീറ്റ് കോഡ് എന്താന്ന് പറഞ്ഞുതരാം. #111. അതടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ മഴ പെയ്യും. ഇതുണ്ടല്ലേ, നമ്മുടെ സിറ്റിയിലിപ്പോൾ മഴ പെയ്തേക്കാ. ഇതിപ്പോൾ കാണാനായിട്ട് നൈസായിട്ടാ. ഇതിലിപ്പോൾ റെയിൻ മോഡ് മാത്രമേ വന്നുള്ളൂ. നൈറ്റ് മോഡൊന്നും വന്നിട്ടില്ല. നൈറ്റ് മോഡും കൂടി വരാണെങ്കിൽ നൈസായി തന്നെ. എന്തെങ്കിലും ആട്ടെ, ഞാൻ പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടാ. ഇവിടെ ഞാൻ ഒരു NPCനെ സ്പോൺ ചെയ്യാൻ പോവാ. #122. ഇതടിച്ചു കഴിഞ്ഞാൽ ഒരു NPC സ്പോൺ ആവും. ഇത് ശ്രദ്ധിച്ച NPC കൊട കൈ പിടിച്ച് നിൽക്കാട്ടാ. ഈ ഡീറ്റെയിലിങ് ഏതായാലും നൈസായിട്ടുണ്ട്. ഈ സിറ്റിയിൽ എല്ലാ NPCയും കൊട കൈ പിടിച്ച് നടക്കുക, അതും മഴയുള്ള സമയത്ത്. വെയിലായി കഴിഞ്ഞാൽ പിന്നെ അവർ കൊട എടുത്ത് വയ്ക്കും, പിന്നെ അവരത് യൂസ് ചെയ്യില്ല. ഇതൊക്കെ ഗെയിമിലുള്ള NPCയാ. നമ്മളിപ്പോൾ ഐറ്റമിനൊന്ന് NPC സ്പോൺ ചെയ്യുകയാണെങ്കിൽ അവർ കൊട കൈ പിടിച്ച് നിൽക്കില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഹൾക്കിനെ സ്പോൺ ചെയ്യാൻ പോവാ. ഇതുണ്ടല്ലേ, ഹൾക്കോടെ കൊട കൈ പിടിച്ച് നിൽക്കണില്ല. ഐറ്റമിനൊന്ന് സ്പോൺ ചെയ്യണ NPC കൊട കൈ പിടിച്ച് നിൽക്കില്ല. അല്ലാത്ത NPC ഒക്കെ കൊട കൈ പിടിച്ച് നിൽക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ റെയിൻ മോഡ് ഓഫാക്കാം. അതിൻ്റെ ചീറ്റ് കോഡും അത് തന്നെയാ, #111. ഈ ചീറ്റ് കോഡ് വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ റെയിൻ മോഡ് ഓഫ് ആവും, പിന്നെ പഴയ പോലെയാവും, നല്ല വെയിലാവും. പിന്നെ ഈ ഗെയിമിലില്ലേ ഡ്രോണൊക്കെ ഉണ്ട് കേട്ടാ. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിൽ കുറേ മുന്നേ വന്നിട്ടുണ്ട്. ഈ ഗെയിമിൽ ഇപ്പോഴാണ് വരണേ. ഡ്രോൺ മോഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഐറ്റം മെനു ഓപ്പൺ ആക്കുക. ഐറ്റം മെനുവിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫ്രീ ഫ്ലൈ ക്യാമറ എന്ന്. അത് സെലക്ട് ചെയ്യുക. അന്നേരം ഒരു ക്യാമറയുടെ ഓപ്ഷൻ വരും. അത് അമർത്തിയിട്ട് ബാക്ക് അടിക്കുക. അന്നേരം നമ്മുടെ ഡ്രോൺ മോഡ് ഓൺ ആവും. ഇതാണ് ഈ ഗെയിമിൻ്റെ ഡ്രോൺ മോഡ്. ഇതും ഏതായാലും നൈസായിട്ടാ. നമുക്ക് ഈ ഡ്രോൺ എടുത്തിട്ട് ഈ സിറ്റി മൊത്തം കറങ്ങാൻ പറ്റും, അതിലൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ഡ്രോൺ മോഡ് ഓഫ് ആക്കണമെങ്കിലേ വീണ്ടും ഐറ്റം മെനു സെലക്ട് ചെയ്യുക. ഫ്രീ ഫ്ലൈ ക്യാമറ, ആ ക്യാമറയുടെ ബട്ടൺ അമർത്തുക. അന്നേരം ഡ്രോൺ മോഡ് ഓഫ് ആവും. പിന്നെ ഈ ഗെയിമിൽ വേറെ ഒരു സംഭവം വന്നിട്ടുണ്ട്. നമുക്കിനി മുതൽ ഈ ഗെയിമിലെ പ്രോപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുണ്ടാ. പ്രോപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം പ്രോപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഞാൻ പിന്നെ വാട്സപ്പ് ചാനലിലെ ഒരു പ്രോപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഷിൻചാൻ്റെ വീടാണ്. ഷിൻചാൻ്റെ വീട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഷിൻചാൻ്റെ വീടിൻ്റെ ലിങ്ക് പിന്നെ ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കണ്. വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ വാട്സപ്പ് ചാനൽ. ഇവിടെ ഞാൻ ഒരു ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഷിൻചാൻ ഹൗസ് പ്രോപ്പ് എന്ന്. ആ ലിങ്കുമേ ക്ലിക്ക് ചെയ്യുക. ഇത് പിന്നെ മീഡിയ ഫയറിൻ്റെ ലിങ്കാണ്. എന്നിട്ട് ഈ കാണുന്ന മോഡില്ലേ അത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെ ഡൗൺലോഡ് ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക. എന്നിട്ട് ഡൗൺലോഡ്സിൻ്റെ ഫോൾഡർ സെലക്ട് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയല് അതിലുണ്ടാവും. ക്രയോൺ ഷിൻചാൻ ഹൗസാ അങ്ങനെ എന്തോ ആണ് ആ ഫയലിൻ്റെ പേര്. അത് കോപ്പി ചെയ്യുക. എവിടെ കോപ്പി ചെയ്യേണ്ടതെന്ന് മനസ്സിലായ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോൾഡറില്ല. ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യുക, IT സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇനി ITയുടെ ഫോൾഡർ ഇല്ലെങ്കിലേ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് മോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിപ്പോൾ പ്രോപ്പ് മാത്രമല്ല, ക്യാരക്ടറായാലും വണ്ടികളായാലും ഇങ്ങനെ തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐറ്റം മെനു വീണ്ടും ഓപ്പൺ ആക്കുക. ഇതിൽ പിന്നെ ഒരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും, സ്പോൺ കസ്റ്റം പ്രോപ്പ് എന്ന്. അതെടുക്കുക, പിക്ക മോഡൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രയോൺ ഷിൻചാൻ ഇല്ലേ ആ ഫയൽ സെലക്ട് ചെയ്യുക. അന്നേരം ഷിൻചാൻ്റെ വീട് സ്പോൺ ആവും. അപ്പോൾ ഇത്ര ഉള്ള പരിപാടി. ഇത് പിന്നെ കണ്ടില്ലേ, ഷിൻചാൻ്റെ വീട് ചെറുതായിട്ട് സ്പോൺ ആയിട്ടാ. നമുക്ക് ഈ വീടിനകത്ത് കയറാൻ പറ്റണില്ല.
നമുക്ക് പക്ഷേ ഈ വീടിൻ്റെ സൈസ് ഇല്ലേ അതൊക്കെ കൂട്ടാൻ പറ്റും. അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, മാനേജ് സ്പോണ്ട് ഐറ്റംസ് എന്ന്. അതെടുക്കുക, അതിൽ പ്രോപ്പ് സെലക്ട് ചെയ്യുക, ഷിൻചാൻ്റെ വീടും സെലക്ട് ചെയ്യുക. അന്നേരം ഇപ്പുറത്തെ സൈഡിൽ കുറേ ഓപ്ഷൻസ് കാണിക്കും. അത് വെച്ചിട്ട് നമുക്ക് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുണ്ടല്ലേ. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ സൈസും കൂട്ടാൻ പറ്റും. ഇവിടെ ഞാൻ ഈ വീടിൻ്റെ സൈസൊക്കെ കൂട്ടി. ഇത്ര സൈസ് മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒന്ന് കയറി കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, നമ്മളിത് ഈ വീടിൻ്റെ അകത്ത് കയറി. ഇവിടെ പിന്നെ ഷിൻചാൻ്റെ കാർട്ടൂണൊക്കെ ഉണ്ട്. എന്തുട്ടായിരുന്നു, ആക്ഷൻ കാമേന. അതോടെ ഓണാക്കി വെച്ചേക്ക. ഇത് പിന്നെ ലിവിങ് റൂമാ. ഇവിടെ പിന്നെ ഷിൻചാൻ്റെ കിച്ചൺ ഉണ്ട്. കിച്ചണും ഉണ്ട്, ഡൈനിങ് റൂമും ഉണ്ട്. ഇത് പിന്നെ ഇവിടുത്തെ വാർഡോബാ. ഇവിടെ അടിയിൽ ബാത്റൂമും ഉണ്ട്. നമുക്ക് മേലേക്ക് കയറാനും പറ്റുണ്ടാ. ഇതുണ്ടല്ലേ, നമുക്ക് മേലേക്ക് കയറാൻ പറ്റും. മേലും റൂമൊക്കെ ഉണ്ട്. ഈ റൂം പക്ഷെ നമുക്ക് തുറക്കാൻ പറ്റില്ല, ഇതൊക്കെ ലോക്കാണ്. എന്തൊട്ടായാലും കുഴപ്പമില്ല, സംഭവം നൈസായിട്ടുണ്ട്. ഇനി ഇതേപോലെ പ്രോപ്പൊക്കെ കിട്ടുകയാണെങ്കിലേ ഞാൻ വാട്സപ്പ് ചാനലിൽ അയക്കാം. ഇതിപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് കുറേ പേർക്ക് മനസ്സിലായിണ്ടാവും. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമുക്ക് NPCയുടെ സൈസും കൂട്ടാൻ പറ്റുണ്ട്. ഇവിടെ ഞാനിപ്പോൾ തോരനെ സ്പോണാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഐറ്റം മെനു എടുക്കുക. വീണ്ടും മാനേജ് സ്പോണ്ട് ഐറ്റംസ് സെലക്ട് ചെയ്യുക. മുകളിൽ നിന്നിട്ട് NPC സെലക്ട് ചെയ്യുക. അതിൽ തോർന്ന് കാണാൻ പറ്റും. ഞാൻ പിന്നെ നേരത്തെ ഹൾക്കിനും സ്പോണാക്കിയിട്ടുണ്ട്, അതും അതിൽ കാണിക്കുന്നുണ്ട്. ഇതണില്ലേ, നമുക്ക് തോറിൻ്റെ സൈസും കൂട്ടാൻ പറ്റുണ്ട്. ഞാൻ പിന്നെ നേരത്തെ ഹൾക്കിനെ സ്പോണാക്കിയില്ലേ, ഇതണില്ലേ, നമുക്ക് ഹൾക്കിൻ്റെ സൈസും കൂട്ടാൻ പറ്റും. ഈ ഫീച്ചറും ഏതായാലും നൈസായിട്ടുണ്ട്. പിന്നെ നമുക്ക് NPCനെ കോപ്പി ചെയ്യാൻ പറ്റും. പിന്നെ ഡിലീറ്റ് ചെയ്യാനും പറ്റും, ഫോളോ ചെയ്യാനും പറ്റും. ഫോളോമേ അമർത്തിയാലേ NPC നമ്മുടെ പിന്നാലെ വരും. ഇതുണ്ടല്ലേ, ഹൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്. അവനെന്താ മതിൽ ചാടാൻ പറ്റണില്ലേ? ഇത്ര വലിയ സൈസ് ഉണ്ടായിട്ടും അവന് മതിൽ ചാടാൻ പറ്റണില്ല. അതെന്താണാവോ? എന്നിട്ടായാലും ഇപ്രാവശ്യത്തെ അപ്ഡേറ്റ് ഇല്ലേ, അതൊരു നൈസ് അപ്ഡേറ്റാ. നമുക്ക് പ്രോപ്പൊക്കെ സ്പോണാക്കാൻ പറ്റും. ഞാൻ പിന്നെ വാട്സപ്പ് ചാനലിലെ കുറേ പ്രോപ്പിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം, അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.